ഇതേ രോഗം കാരണമാണ് എൻ്റെ 2 സഹോദരന്മാരും മരണപ്പെട്ടത്. എൻ്റെ അവസ്ഥയും ഇതേപോലെ. ബേജാറാവണ്ട, ഇൻഷാ അല്ലാഹ് എല്ലാത്തിനും വഴിയുണ്ടാവും. വല്ലാത്തൊരു ദയനീയമായ ഒരു അവസ്ഥയാണ് സഹോദരന്മാരെ. ഒരു മനുഷ്യനും ഒരു കുടുംബത്തിനും ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു വീട്ടിലെ 4 പേർ രോഗികളാണ്. അതിൽ 2 പേർ ഇപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഈ പറയുന്ന 27 വയസ്സുകാരനായിട്ടുള്ള അഹമ്മദ് ഫൈറൂസിന്റെ, തെക്കിൽ ബേവിഞ്ച സ്വദേശിയായിട്ടുള്ള അഹമ്മദ് ഫൈറൂസിന്റെ 2 സഹോദരന്മാർ ഇതേ രോഗം കാരണം വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു പോയിരിക്കുകയാണ്. നേരെ മുകളിലുള്ള മറ്റൊരു സഹോദരൻ ഇപ്പോൾ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വൃക്ക മാറ്റിവെച്ച്. ഇതേ അവസ്ഥയാണ്, ഇതേ വെല്ലുവിളിയാണ് ഈ 27 വയസ്സുകാരനായിട്ടുള്ള ഈ ചെറുപ്പക്കാരൻ നേരിടുന്നുള്ളത്. വേറെ ഒരു വഴിയുമില്ല വൃക്ക മാറ്റിവെക്കലല്ലാതെ മറ്റൊരു വഴിയും ഇവിടെയില്ല. ഏകദേശം 35 ലക്ഷം രൂപയിൽ കൂടുതൽ അതിന് ചെലവുണ്ട്. പിതാവ് കൂലിപ്പണിക്കാരനാണ്. വേറെ ഒരു വഴിയും ആ മനുഷ്യന് മുമ്പിലില്ല. അങ്ങനെ നാട്ടുകാരൊക്കെ കൂടിയിട്ടാണ് എന്നോട് ഈ വിഷയം പറയുന്നത്. മനുഷ്യരെ സഹായിക്കുക. പഠനം പോലും ഈ ചെറുപ്പക്കാരന് ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇവനെയും നമ്മൾ മരണത്തിലേക്ക് തള്ളിവിടരുത്. എത്രയും പെട്ടെന്ന് പറ്റുന്ന സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല അല്ലേ? ഇതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഓന് ഇല്ലെങ്കിൽ ഓൻ്റെ ജ്യേഷ്ഠന്മാരെ പോലെ വനത്തിലേക്ക് പോകും.